ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആർഗൻ പ്ലെയിൻ ആൻഡ് പോളർ റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ് ആർഗൻ പ്ലെയിൻ? ഇപ്പൊ നമ്മൾ കാർട്ടേഷ്യൻ പ്ലെയിൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് കാർട്ടേഷ്യൻ പ്ലെയിൻ? കാർട്ടേഷ്യൻ പ്ലെയിൻ കാർട്ടേഷ്യൻ പ്ലെയിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനത്തെ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉള്ള ഒരു പ്ലെയിനിനെ നമുക്ക് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആയിട്ട് തിരിച്ചിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു എക്സ് കോർഡിനേറ്റ് കൊടുത്തു, ഇവിടെ ഒരു വൈ കോർഡിനേറ്റ് കൊടുത്തു. അപ്പൊ അവർ തമ്മിൽ ഇങ്ങനെ രണ്ടും കൂടെ വരുന്ന ആ പോയിന്റിന് ഒരു അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സിനെ നമ്മൾ എക്സ് വൈ എന്ന് വിളിക്കും. ഇഫ് എക്സ് ഈസ് ഹിയർ ആൻഡ് വൈ ഈസ് ഹിയർ, this will be called the x axis, this will be called the y axis, sorry, ഇത് x dash അല്ലേ? This is called the y axis, y, and this is the y dash, correct? ഇത് o, ഇതാണ് നമ്മുടെ കാർട്ടേഷ്യൻ പ്ലെയിൻ, കാർട്ടേഷ്യൻ സിസ്റ്റം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, കോംപ്ലക്സ് പ്ലെയിൻ എന്താണ്? അപ്പൊ നമ്മൾ സാധാരണ ഒരു a+ib ഫോം പഠിച്ചിട്ടുണ്ട്. ഏതിന്റെയാണ് a+ib ഫോം പഠിച്ചത്? a+ib ഫോം പഠിച്ചത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആണ് അല്ലേ? സോ കോംപ്ലക്സ് നമ്പർ ഓഫ് a+ib ഫോം ഒരു z is equal to a+ib ഫോം ആണ് ഒരു കോംപ്ലക്സ് നമ്പർ. ഓക്കെ, b a കോംപ്ലക്സ് നമ്പർ. അപ്പൊ അതിന് രണ്ട് പാർട്ട് ഉണ്ട്. ഇത് റിയൽ പാർട്ട് ആണ്. ഓക്കെ, റിയൽ പാർട്ട് ഓഫ് z ആണ്. ഈ ബി എന്ന് പറയുന്നത് മാത്രം ഒരു ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, im ഇമാജിനറി പാർട്ട് ഓഫ് z ആണ് അല്ലെ? അപ്പൊ എനിക്ക് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഒരു പോയിന്റ് ആയിട്ട് സങ്കല്പിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു a, b. ഓക്കെ, അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ a എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ടാണ്. b എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. സാധാരണ ഒരു കാർട്ടേഷ്യൻ സിസ്റ്റത്തിനകത്ത് y എന്ന് പറയുമ്പോൾ x എന്താണ്? x കമ്പോണന്റ് ആണ്. y എന്ന് പറയുന്നത് y കമ്പോണന്റ് ആണ് അല്ലെ? അല്ലെങ്കിൽ y ആക്സിസിന്റെ ആ ഒരു ഇതാണ് അല്ലെ? പോയിന്റ് y-ൽ നിന്നുള്ള അതും x-ൽ നിന്നുള്ളതും നമ്മൾ പറയുന്നു അല്ലെ? അതുപോലെ a, b ഒരു കോംപ്ലക്സ് നമ്പർ z എന്നുള്ളതിനെ നമുക്ക് a, b എന്ന് പറയാൻ പറ്റും. ഇതെന്താണ്? റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർട്ടേഷ്യൻ പ്ലെയിൻ ആകും. അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഒരു എക്സ് ആക്സിസ് എടുക്കും. എക്സ് ആക്സിസിനകത്ത് റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും ആണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. എക്സ് ആക്സിസും വൈ ആക്സിസും അല്ല എടുക്കുന്നത്. ഒരു റിയൽ ആക്സിസ് എടുക്കും. ഈ ആക്സിസിനെ പറയും, ഹൊറിസോണ്ടൽ ആക്സിസിനെ പറയുന്നത് റിയൽ ആക്സിസ് എന്ന് പറയും. ഓക്കെ, റിയൽ ആക്സിസ്. അത് എക്സ് ആക്സിസിനെ നമുക്ക് സാധാരണ എക്സും വൈ ഒന്നും അല്ലേ അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ എക്സ് വൈ എന്നങ്ങ് വിളിച്ചേക്കാം. നമുക്ക് ഇപ്പൊ ഒരു ഫോർ ദ സേക്ക് ഓഫ് ക്ലാരിറ്റി നമ്മൾ ഇത് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കാം. എക്സ് ആക്സിസിനെ നമ്മൾ വിളിക്കുന്നത് റിയൽ ആക്സിസ് ആണ്. എക്സ് ആക്സിസ് എങ്ങനത്തെ ആക്സിസ് ആണ്? റിയൽ ആക്സിസ് ആണ്. അതുപോലെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ഓൾറെഡി വിളിക്കുന്ന ഒരു വൈ ആക്സിസ് ഉണ്ട്. വൈ ആക്സിസ് എന്താണ്? വൈ ആക്സിസ് ഈസ് ദ ഇമാജിനറി ആക്സിസ്. ഓക്കെ, ഇമാജിനറി ആക്സിസ്. ഇപ്പൊ രണ്ട് തരം ആക്സിസ് ഉണ്ട്. എങ്ങനത്തെ ആക്സിസ് ആണ്? റിയൽ ആക്സിസും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇമാജിനറി ആക്സിസും വരയ്ക്കും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പ്ലെയിനകത്ത്, അപ്പൊ ഒരു പ്ലെയിൻ കിട്ടുമല്ലോ. ആ പ്ലെയിനെയാണ് നമ്മൾ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്ലെയിൻ കിട്ടുന്ന ആ പ്ലെയിനെയാണ് നമ്മൾ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പ്ലെയിൻ വരയ്ക്കാമെങ്കിൽ എനിക്ക് പ്ലെയിന് ഏതെങ്കിലും ഒരു പ്ലെയിൻ വരയ്ക്കാം. Okay, suppose this is the plane which I am talking about. Okay, suppose this is the plane. അപ്പോൾ ആ പ്ലെയിൻ ആണ് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, ഇതൊരു കോംപ്ലക്സ് പ്ലെയിൻ ആണ്. അതിനെ നമുക്ക് നാലായിട്ടൊക്കെ ഭാഗിക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഒരു പോയിന്റ് ആണ്. ഏതോ ഒരു പോയിന്റ് ഉണ്ട് ആ പ്ലെയിനകത്ത്. അപ്പൊ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് രണ്ട് പാർട്സ് ഉണ്ട് അല്ലെ? ഒരു കോംപ്ലക്സ് നമ്പർ ആണ് a, b, because it is a point in the complex plane. So it is called complex plane ന് വേറൊരു പേരുണ്ട്. That is called Argand diagram. Argand diagram. Okay, Argand diagram അല്ലെങ്കിൽ Argand plane എന്നും പറയും. Argand plane എന്നാണ് കോംപ്ലക്സ് പ്ലെയിനിനെ പറയുന്നത്. കോംപ്ലക്സ് പ്ലെയിനിനെ എന്താ പറയുന്നത്? കോംപ്ലക്സ് പ്ലെയിനിനെ എന്താ പറയുന്നത്?
ആർഗൻഡ് പ്ലെയിൻ. ഓക്കെ, ആർഗൻഡ് പ്ലെയിൻ. ഈ ഡയഗ്രാം വരയ്ക്കുന്നതിനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ പിടിച്ച് ആ കോംപ്ലക്സ് പ്ലെയിനകത്ത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ അവിടെ അത് കാണിക്കുന്നതിന് നമ്മൾ ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ അതിനെ പറയുന്നത് ആർഗൻഡ് ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, അതിനാണ് ആർഗൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ എ കോമ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഇനി മുതൽ എനിക്ക് എ പ്ലസ് ഐ ബി ഫോമിന് പകരം എ കോമ ബി എന്ന് വിളിക്കാം. എ കോമ ബി ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിന്റെ റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. ഐ എപ്പോഴും എഴുതത്തില്ല, രണ്ടാമത്തെ പാർട്ടിന്റെ കൂടെ ഐ എപ്പോഴും ഉണ്ട് എന്നൊരു സങ്കല്പം. ഓക്കെ, അപ്പൊ എ കോമ ബി എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. ആ കോംപ്ലക്സ് നമ്പറിനെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് ഇവിടെ ഒരു പോയിന്റ് ആണ്, ഇത് ഒറിജിൻ ആണ്. ഓക്കെ, ഒറിജിൻ എന്താണ്? 0,0 0,0 ഒരു പോയിന്റ് ആണ്. ഏത് പോയിന്റ് ആണ്? ഒറിജിൻ പോയിന്റ് ആണ്, വേർ ദ റിയൽ ആൻഡ് ദ ഇമാജിനറി ആക്സിസ് മീറ്റ് ഈച്ച് അതർ. ഓക്കെ, ഇനി ആ ഒരു കോംപ്ലക്സ് നമ്പർ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ Z is equal to a comma b that will be at some distance from the origin. Correct? ആ ഡിസ്റ്റൻസ് ആണ് മോഡുലസ് ഓഫ് Z. ഓക്കെ, ആക്ച്വലി ആ ഡിസ്റ്റൻസ് ആണ് മോഡുലസ് ഓഫ് Z. അപ്പൊ മോഡുലസ് ഓഫ് Z എന്താണ്? മോഡുലസ് ഓഫ് Z എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് a square plus b square. കറക്റ്റ്? സ്ക്വയർ റൂട്ട് ഓഫ് a square plus b square. ഇതാണ് മോഡുലസ്. ഇതെന്താണ്? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മൾ വേറൊരു പ്ലെയിൻ എടുക്കാം ഒന്നും കൂടെ. ഓക്കെ, ആ പ്ലെയിൻ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് വിചാരിക്കാം. അപ്പൊ ഈ കോംപ്ലക്സ് പ്ലെയിനകത്ത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പോയിന്റ് എടുക്കാം. ഈ പോയിന്റ് ആണ് നമ്മുടെ Z. ഓക്കെ, Z ഈക്വൽ ടു എ കോമ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, സപ്പോസ് ദാറ്റ് പോയിന്റ് ഹാസ്, ആ പോയിന്റിന് 2-3 കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇത് ഒത്തിരി ഡിഫിക്കൽട്ട് അല്ല, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു റേ ഇവിടെ മുതൽ ഇവിടം വരെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എന്താണ് കിട്ടുന്നത്? എനിക്ക് ഇതാണ് ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ്. ഇവിടെ മുതൽ അവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അതിന്റെ മോഡുലസ്. ഓക്കെ, ഇവിടെ മോഡുലസ് ഓഫ് Z വിൽ ബി ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഓക്കെ, ഇത് നമ്മുടെ റിയൽ ആക്സിസ്, ഇത് ഇമാജിനറി ആക്സിസ്. ഓക്കെ, ഇതെന്താണ്? റിയൽ ആക്സിസ്, ഇത് ഇമാജിനറി ആക്സിസ്. ഇനി ദി ആംഗിൾ, സപ്പോസ് നമുക്ക് ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റേ ഉണ്ടല്ലോ, ദിസ് റേ മേക്സ് ആൻ ആംഗിൾ വിത്ത് ദ റിയൽ ആക്സിസ്. അസ്യൂം ദാറ്റ് ദിസ് റേ മേക്സ് ആൻ ആംഗിൾ theta with the real axis. Okay, this ray makes an angle theta with the real axis. That is called argument. Okay, this is called modulus and this is called argument. Theta means argument of Z. Okay, ആ ആംഗിളിനെയാണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ? ഓക്കെ, അപ്പൊ മോഡുലസ്, അപ്പൊ 2 കാര്യങ്ങളുണ്ട്. പോളാർ ഫോം. ഇനി നമ്മൾ പോളാർ ഫോം എന്താണെന്ന് പറയാം. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് a പ്ലസ് ഐ ബി. അപ്പൊ അതിന്റെ പോളാർ ഫോം എന്താണ്? പോളാർ ഫോം എന്താണ്? പോളാർ ഫോം ആണ് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, അതിനകത്ത് ഈ r എന്ന് പറഞ്ഞാൽ വേർ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് Z ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ആണ് r. ഓക്കെ, ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഇതിനെ പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർഗ്യുമെന്റ് ഓഫ്
ദ കോംപ്ലക്സ് നമ്പർ ഇസഡ്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്നും പറയും. ചില ബുക്കുകളിൽ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. രണ്ടിന്റെ അർത്ഥം ഒന്നാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇസഡ്. ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ARG ഓഫ് ഇസഡ്, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. മനസ്സിലായോ? തീറ്റ ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇസഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് പ്ലെയിനകത്ത് ഞാൻ കുറച്ച്, അപ്പൊ ഇതിനെയാണ് നമ്മൾ പോളാർ ഫോം എന്ന് വിളിക്കുന്നത്. പോളാർ ഫോം എന്താണ്? പോളാർ ഫോം നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ്. അതിനകത്ത് ഈ ഒരു ഫോർമുല ഉണ്ട്, ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, അതാണ് പോളാർ ഫോം. എ പ്ലസ് ഐ ബിയുടെ പോളാർ ഫോം ഇതാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നമ്പേഴ്സ് തരാം, അതിനെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനകത്ത് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, പ്ലോട്ട് ദ ഫോളോയിങ് നമ്പേഴ്സ് ഓൺ ദ കോംപ്ലക്സ് പ്ലെയിൻ. പ്ലോട്ട് ദ ഫോളോയിങ് പോയിന്റ്സ്. What is this? Following points അല്ലെങ്കിൽ following complex numbers in the complex plane. ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്ലോട്ട് ചെയ്യും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാനൊരു കോംപ്ലക്സ് പ്ലെയിൻ വരയ്ക്കാം. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കുറച്ച് പോയിന്റ്സ് തരാം. ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് നമുക്ക് 2 + 4i. ഓക്കെ, 2 + 4i പ്ലോട്ട് ചെയ്യണം. എങ്ങനെ പ്ലോട്ട് ചെയ്യും? ഞാൻ ഇതിനെ ആദ്യം 1 2 3 4 എന്ന് എഴുതിയേക്കാം. 1 2 3 4 5. ഓക്കെ, 1 2 3 4 5. ഇപ്പുറത്ത് -1 -2 -3 -4 -5. അതുപോലെ 1 2 3 4 5. 1 2 3 4 5. ഇവിടെയും -1 -2 -3 -4, ഇങ്ങനെ -5. ഓക്കെ, അപ്പൊ ഈ 2 + 4i എനിക്ക് പോയിന്റ് ഫോമിൽ എങ്ങനെ എഴുതുന്നത്? 2, 4 എന്ന് എഴുതാമല്ലോ അല്ലേ? ഹലോ, 2, 4 എഴുതാം അല്ലേ? 2, 4 എഴുതാം. 2, 4 എവിടെ കിടക്കുന്നത്? അതറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. 2, 4 ഇതാണ്ടിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, ഇതെന്താണ്? 2, 4. ഇങ്ങനെയാണ് അതിനെ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതേതാണ്? 2 + 4i ആണ്. അതിനെ നമ്മൾ 2, 4 എന്നാണ് പ്ലോട്ട് ചെയ്യും. അതുപോലെ രണ്ടാമത്തെ ഒരു പോയിന്റ് തരാം, അല്ലെങ്കിൽ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ എവിടെ കിടക്കുന്നത് കണ്ടുപിടിക്കും. 2 + 3i. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദിസ് ഈസ് നത്തിങ്, -2 + 3i എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ -2, 3 ആണ്. ഈ -2, 3 എവിടെ കിടക്കുന്നത്? -2, 3 ഇതാണ് ഇരിക്കുന്നത്. ഇതാണ് -2, 3. ഓക്കെ, എന്താണത്? -2, 3. അറിയാമല്ലോ, ഇതൊക്കെ അറിയാം. മൂന്നാമത്തേതോ? മൂന്നാമത്തെ 0 + i. 0 + i അതെന്താണ്? അത് വേറെ ഒന്നുമല്ല, 0, iയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. 0,1. 0,1 എവിടെ കിടക്കുന്നത്? എക്സിൽ 0, വൈയിൽ 1. ഇത് ഈ പോയിന്റ് ആണ് 0,1. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? 0,1. ഇനി ഫോർത്ത് പോയിന്റ് ഏതാണ്? 2 + 0i. ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ? 2 ഉണ്ട്, ഐയുടെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, അപ്പൊ അത് 0 ആയി. ഇപ്പൊ 2, 0 എവിടെ കിടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. 2, 0 കിടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ദിസ് ഈസ് 2, 0. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഫിഫ്ത്ത് വേറൊരു പോയിന്റ് കൂടെ എടുക്കാം. -5 പ്ലസ് എടുക്കണം, മൈനസ് എടുക്കണം, മൈനസ് എടുക്കാം. -2i. ഇതെന്തായിരിക്കും? -5, -2. ഇതെവിടെ ആയിരിക്കും കിടക്കുന്നത്? ഇവിടെ -5 -2 ഏകദേശം തന്നെ ഇവിടെ ആയിട്ട് കിടക്കും. മനസ്സിലായോ? -5 -2 ഇത് രണ്ടും കൂടെ വരുന്ന ഈ പോയിന്റ് ആണ് -5, -2. അതുപോലെ സിക്സ്ത് ഒരു പോയിന്റ് കൂടെ ലാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി 1 -2i. ഇതെവിടെ കിടക്കുന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എങ്ങനെ ഇരിക്കുന്നത്? 1, -2 ആണ്. 1, -2 എവിടെ കിടക്കുന്നത്? 1 എവിടെ? ഇവിടെ. -2 എവിടെ? ഇവിടെ. അപ്പം 1, -2. 1, -2. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ പോയിന്റ്സ് എവിടെ കിടക്കുന്നത് എന്നുള്ളത്? പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ പഠിച്ചോ?
ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്താണ്? കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പഠിച്ചതാണോ? കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ അതിനെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്നും പറയും. ഇപ്പൊ നമുക്ക് Z ഇസ് ഈക്വൽ ടു A പ്ലസ് IB ഉണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? കോൺജുഗേറ്റ് ഓഫ് Z ഈസ് ഈക്വൽ ടു Z ബാർ. ഓക്കെ, എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? Z ബാർ ആണ് കോൺജുഗേറ്റ് ഓഫ് Z. ഓക്കെ, കോൺജുഗേറ്റ് ഓഫ് Z എന്താണ്? Z ബാർ. അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? A മൈനസ് IB. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ നമ്മൾ പോയിന്റ് ഫോം എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? A, B. മറ്റേതോ A, മൈനസ് B. ഇത്രയേ ഉള്ളൂ. ക്ലിയർ? മനസ്സിലാവുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഒരു കോൺജുഗേറ്റ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ഇപ്പൊ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്ലോട്ട് ചെയ്യും? അപ്പൊ ഞാൻ XY ആക്സിസ് ഇവിടെ എടുക്കുന്നു. ഓക്കെ, X ആക്സിസും Y ആക്സിസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടും റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും എടുത്തു എന്ന് വെച്ചു. ഇത് X റിയൽ ആക്സിസ്, Y എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസ് എന്ന് വിചാരിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ് A പ്ലസ് IB, അല്ലെങ്കിൽ A, B. പോയിന്റ് എഴുതുമ്പോൾ ഇനി A പ്ലസ് IB എന്നുള്ള എഴുതത്തില്ല, I ഒന്നും എപ്പോഴും പറയത്തില്ല. അപ്പൊ A, B എന്ന് പറയും. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കും? ലൈന് ഇതായിരിക്കും അതിന്റെ കോംപ്ലക്സ് നമ്പർ. ഇതിന്റെ കോൺജുഗേറ്റ് എവിടെ ആയിരിക്കും എന്ന് കണ്ടുപിടിച്ച് തരാം. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ A, മൈനസ് B ആയിരിക്കും. അതെവിടെ ആയിരിക്കും കിടക്കുന്നത്? A യുടെ മൈനസ് B താഴോട്ടായിരിക്കും വരുന്നത്, അല്ലെ? A അവിടെ മൈനസ് B താഴെയായിരിക്കും. അപ്പൊ അതെങ്ങനെ ആയിരിക്കുന്ന കോൺജുഗേറ്റ് എങ്ങനെ ആയിരിക്കുന്നത്? അത് ഏകദേശം ലൈൻ ഇങ്ങനെ ഇങ്ങോട്ടിരിക്കും. അതിന്റെ മിറർ ഇമേജ് ആയിരിക്കും. മനസ്സിലായോ? അതിന്റെ മിറർ ഇമേജ് ആയിരിക്കും. ഇപ്പുറത്തെ സൈഡിലെ പോയിന്റ് ആയിരിക്കും അതിന്റെ മിറർ ഇമേജ് ആയിട്ട് ഇവിടെ ആയിരിക്കും അത് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് A, മൈനസ് B. ഓക്കെ, കോൺജുഗേറ്റ് ഈസ് ദ മിറർ ഇമേജ്. എന്താണത്? മിറർ ഇമേജ് ഓഫ് Z. അത് കോൺജുഗേറ്റിന്റെ പോയിന്റ് എവിടെ ആയിരിക്കും കിടക്കുന്നത്? മിറർ ഇമേജ് ഓഫ് ദ Z അണ്ടർ റിയൽ ആക്സിസ്. റിയൽ ആക്സിസ് ഒരു X ആക്സിസ് ഒരു മിറർ ആയിട്ട് അസ്യൂം ചെയ്യാമെങ്കിൽ അതിന്റെ ഇമേജ് എവിടെ കിടക്കും? ബിഹൈൻഡ് ദ മിറർ, അല്ലെ? എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ. ഇതിന്റെ നേരെ, ഇതൊരു മിറർ ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇപ്പുറത്ത് കിടക്കും റിയൽ ആക്സിസ്. ഓക്കെ, മിറർ ഇമേജ് ഓഫ് Z അണ്ടർ റിയൽ ആക്സിസ് ആയിരിക്കും നമുക്ക് കോൺജുഗേറ്റിന്റെ ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് കോൺജുഗേറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് എക്സാമ്പിൾസ് എടുക്കാം. ഒരു എക്സാമ്പിൾ 7 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ 7 എന്താണ്? എക്സാമ്പിൾ 7 റെപ്രസെന്റ്. ഓക്കെ, റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്നത് Z ഈസ് ഈക്വൽ ടു 1 പ്ലസ് √3i 1 പ്ലസ് I ഇൻറ്റു √3 അല്ലെങ്കിൽ √3i ഇൻ പോളാർ ഫോം. ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ പോളാർ ഫോമിലും റെപ്രസെന്റ് ചെയ്യണം. നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ പോളാർ ഫോം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് Z ഈസ് ഈക്വൽ ടു A പ്ലസ് IB ആണ്. A പ്ലസ് IB ഫോം ആണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 പ്ലസ് I ഇൻറ്റു √3 ഈ ഫോമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ പോളാർ ഫോം എന്തായിരിക്കും? Z-ന്റെ R cos θ പ്ലസ് R sin θ ഇൻറ്റു I. ആ തന്നിരിക്കുന്നതിനകത്ത് ഞാൻ മുമ്പേ പഠിപ്പിച്ചതിനകത്ത് Z ഈസ് ഈക്വൽ ടു R ഇൻറ്റു cos θ പ്ലസ് I sin θ എന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ R മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് കമ്പയർ ചെയ്യുക, എന്നിട്ട് R ഉം θയും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ
അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്? എനിക്ക് കിട്ടുന്നത് ഇതാണ്, ആർ കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു 1 ആൻഡ് ആർ സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു √3. ആർ സൈൻ തീറ്റ എന്തായിരിക്കും? √3 ആയിരിക്കും. ഓക്കെ, √3 എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആയിരിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? ഐ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എന്താണ്? നമുക്ക് കിട്ടുന്നത് ആർ കോസ് തീറ്റ ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. ആൻഡ് ആർ സൈൻ തീറ്റ എന്താണ്? അത് √3 ആണ്. അപ്പൊ എനിക്ക് ആറിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും കിട്ടും. ഓക്കെ, ആർ എന്താണ്? ആർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് ആണ്. മോഡുലസ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കാൻ സുഖമായിട്ട് അറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് പഠിച്ചിട്ടുള്ളത്. സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എന്താണത്? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആയിരുന്നു. എ വാസ് 1 ആൻഡ് ബി വാസ് √3. അപ്പൊ 1 സ്ക്വയർ പ്ലസ് √3യുടെ സ്ക്വയർ ആണ്. അപ്പൊ എന്താ കിട്ടുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 1 plus 3 that is equal to √4 and that is equal to 2. അപ്പൊ എനിക്ക് r എന്താണ് കിട്ടുന്നത്? r is equal to 2 എന്നാണ് കിട്ടുന്നത്. r is equal to 2. So I can have cos theta equal to 1/2. ഓക്കെ, r താഴോട്ട് വരുമ്പോഴത്തേക്കും r ന്റെ വാല്യൂ 2 ആണ്. ആൻഡ് sin theta എന്താണ്? sin theta equal to √3/2. ഓക്കെ, cos theta is equal to 1/2 and sin theta is equal to √3/2. ഇത് എപ്പോഴാണ് വരുന്നത്? സോ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. തീറ്റ എന്തായിരിക്കും? അപ്പോൾ തീറ്റ വിൽ ബി ഈക്വൽ ടു വാട്ട് ഒന്ന് പറയാമോ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ 0 to 90 അല്ലെങ്കിൽ 0 to π/2 ആയിരിക്കും അല്ലെ? 0 to π/2 ആയിരിക്കും. നമുക്ക് റേഡിയൻസിലാണ് എഴുതേണ്ടത്. അപ്പോൾ sin 60 is equal to √3/2 അറിയാമല്ലോ. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3. cos 60 is equal to 1/2 എന്ന് പറഞ്ഞാൽ cos π/3 is equal to 1/2 അല്ലേ? ഹലോ, സോറി, 60 ആകുമ്പോൾ π/3 ആവും. അപ്പൊ തീറ്റ is equal to എന്താ കിട്ടിയ? π/3 ആണ് കിട്ടുന്നത്. കറക്റ്റ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് തീറ്റ π/3 എന്ന് കിട്ടി. എങ്ങനെ കിട്ടിയത്? കോസ് തീറ്റയും സൈൻ തീറ്റ വെച്ചിട്ട്. നിങ്ങൾ മറ്റേ ആ ട്രിഗ്നോമെട്രിയുടെ ചാപ്റ്ററിനകത്ത് നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആംഗിൾ തീറ്റ π/3. ഇനി ഇപ്പൊ നമ്മൾ അതിനെ ഈ ഫോമിൽ എഴുതത്തേ ഉള്ളൂ. നേരെ z is equal to എന്നും പറഞ്ഞുകൊണ്ട് നൗ പോളാർ ഫോം. എന്താണ് പോളാർ ഫോം? പോളാർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? r cos z is equal to r cos theta plus i sin theta. ഓക്കെ, ഇങ്ങനെ എഴുതും. r എന്താണ്? ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേ ഉള്ളൂ 2. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് 2 എഴുതും. ഇനി കോസ് തീറ്റയ്ക്ക് പകരം കോസ് ഓഫ് തീറ്റയുടെ വാല്യൂ എഴുതത്തേ ഉള്ളൂ. ഫുൾ അങ്ങ് വാല്യൂ എഴുതത്തില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വീണ്ടും a+ib ഫോമിലേക്ക് പോകും. തീറ്റയുടെ വാല്യൂ π/3 എന്ന് എഴുതും. π/3 പ്ലസ് ഐ അവിടെ എഴുതും. പിന്നെ സൈൻ π/3 എന്ന് എഴുതും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് യുവർ ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഓക്കെ, ഇതാണ് കൺവേർട്ടിംഗ് a+ib ടു പോളാർ ഫോം. എന്താണ് നമ്മൾ പഠിച്ചത്? a+ib അല്ലെങ്കിൽ x+iy ടു പോളാർ ഫോം. a+ib ഫോമിൽ നിന്ന് പോളാർ ഫോമിലേക്ക് തിരിച്ചു അതുപോലെ കണ്ടുപിടിക്കാമല്ലോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് -16/1 plus i into √3 into polar form. കൺവേർട്ട്. ആദ്യം ഇതിനെ നേരെ ജവിന് a+ib ഫോമിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന z എങ്ങനെ ഇരിക്കുന്നത്? തന്നിരിക്കുന്ന z -16 divided by 1 plus i into √3. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിന്റെ കോൺജുഗേറ്റ് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, കോൺ ഇൻറ്റു 1 മൈനസ് i into √3. ഓക്കെ, ഇവിടെ പ്ലസ് ആയിരുന്നതുകൊണ്ട് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് വരും.
അതുകൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? 16 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -16 ആയി. പിന്നെ മൈനസ് പ്ലസ് 16√3 ഇൻറ്റു ഐ. ഓക്കെ, ക്ലിയർ ആയ? ന്യൂമറേറ്റർ അത്. താഴെ എന്താ കിടക്കുന്നത്? a പ്ലസ് ബി a മൈനസ് ബി ടൈപ്പ് ആണ്. അപ്പോൾ നമുക്ക് 1 മൈനസ് i√3 ദ ഹോൾ സ്ക്വയർ, 1 സ്ക്വയർ മൈനസ് i√3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ മുകളിലത്തെ അതുപോലെ തന്നെ ഉണ്ട്. -16 പ്ലസ് 16 ഇൻറ്റു √3 ഇൻറ്റു ഐ അതുപോലെ കിടപ്പുണ്ട്. ഡിവൈഡഡ് ബൈ താഴെ 1, പിന്നെ ഐ സ്ക്വയർ ഈസ് -1. ആ മൈനസ് ഈ മൈനസിന്റെ കൂടെ ചേരുമ്പോഴത്തേക്കും 1 ആയി. അതുകൊണ്ട് പ്ലസ് ആയിപ്പോയി. പിന്നെ √3യുടെ സ്ക്വയർ 3 ആണ്. അപ്പോൾ 4 ആയി. ഓക്കെ, സോ ഹിയർ ദിസ് ഇസ് -16 ഔട്ട് ആസ് കോമൺ. സോറി, -16 പ്ലസ് 16√3 ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇത് ഡിവിഷൻ 4 രണ്ടിനും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 4 രണ്ടിനും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് -16/4 പ്ലസ് 16/4 ഇൻറ്റു √3 ഇൻറ്റു ഐ. ഓക്കെ, ഇനി 4 ക്യാൻസൽ ചെയ്യാൻ പറ്റും. 4 ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ 4 4 16 ആണ്. 4 4 16 ആണ്. അപ്പോൾ എൻ്റെ കോംപ്ലക്സ് നമ്പർ എങ്ങനെ ഇരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? -4 പ്ലസ് 4√3 ഇൻറ്റു ഐ. ഇതാണ് നമ്മുടെ സെറ്റ്. ഓക്കെ, ഇനി ഇതിനെയാണ് നമുക്ക് കോംപ്ലക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സോറി, പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് z ഉണ്ട്. z എന്താണ്? -4. ഓക്കെ, പ്ലസ് 4√3 ഇൻറ്റു ഐ. നമുക്ക് അറിയാം a cos θ എന്താണ്? സോറി, r cos θ എന്താണ്? ഈക്വൽ ടു a. നമുക്കറിയാം r cos θ ഈക്വൽ ടു a ആൻഡ് r sin θ എന്താണ്? b. a എന്താണ്? a ഈസ് ഈക്വൽ ടു -4 ആൻഡ് b ഈസ് ഈക്വൽ ടു 4√3. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് r കണ്ടുപിടിക്കാൻ പറ്റും. സോ r എങ്ങനെ കണ്ടുപിടിക്കുന്നത്? r എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z ആണ്. മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ √a² പ്ലസ് b² ആണ്. അപ്പോൾ അത് 4ന്റെ സ്ക്വയർ എടുക്കുക, 16 ആയിരിക്കും. പ്ലസ് 4√3യുടെ സ്ക്വയർ എടുക്കുക, 4 4 16 ഇൻറ്റു 3 എത്രയാണെന്ന് വെച്ചാൽ അത്. ഓക്കെ, 4√3യുടെ സ്ക്വയർ എടുക്കുക. വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതാം. -4ന്റെ സ്ക്വയർ പ്ലസ് 4√3യുടെ സ്ക്വയർ. ഓക്കെ, 4ന്റെ സ്ക്വയർ 16 പ്ലസ് 4 16 ഇൻറ്റു 3 എന്തായിരിക്കും? 48 പ്ലസ് 48 കിട്ടി. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 48 പ്ലസ് 16. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? 64. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 64 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 16 സോറി എന്തിന്റെ സ്ക്വയർ ആണ്? 8 8 64 ആണ്. അപ്പോൾ 8ന്റെ സ്ക്വയർ ആണ് 64. r ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. r 8 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? ഹലോ, പറ്റുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ r എങ്ങനെ കണ്ടുപിടിച്ചത്? സ്ക്വയർ റൂട്ട് ഓഫ് a² പ്ലസ് b² വെച്ചിട്ട്. ഇനി ഞാൻ r കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ 8 കോസ് തീറ്റ, r കോസ് തീറ്റ ഈക്വൽ ടു a എന്നറിയാം. അപ്പോൾ 8 കോസ് തീറ്റ എന്തായിരിക്കും? 8 കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു a. a എന്തായിരുന്നു? a നമുക്ക് -4 ആയിരുന്നു. കറക്റ്റ്. അപ്പോൾ കോസ് തീറ്റ എങ്ങനെയാണ് കിടക്കുന്നത്? കോസ് തീറ്റ ഈക്വൽ ടു -1/2 ആകും. ഓക്കെ, 4 2 8 അല്ലേ, അതുകൊണ്ട്. അതുപോലെ r കോസ് തീറ്റ, r സൈൻ തീറ്റ അടുത്തത്. r സൈൻ തീറ്റ എന്താണ്? r സൈൻ തീറ്റ അത് 4√3 ആണ്. ഓക്കെ, 4√3 ആണ്. b r നമുക്ക് 8 ആണ്. 8 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 4√3 ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ ഈക്വൽ ടു 4√3/8 ആണ്. അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 4 2 8 ആകുമ്പോൾ √3/2 ആയി. അത് പോസിറ്റീവ് ആണ്. സൈൻ തീറ്റ ഇസ് പോസിറ്റീവ് ആൻഡ് കോസ് തീറ്റ ഇസ് നെഗറ്റീവ്. എവിടെ ആയിരിക്കും അത് കിടക്കുന്നത്? ക്വാഡ്രന്റ് ഏതാണ്? അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ. ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആണ്. അത് നെഗറ്റീവ് പോസിറ്റീവ് എവിടെ കിടക്കുന്നത്?
എക്സ് ആക്സിസ് നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. മനസ്സിലായോ? സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. ഓക്കെ, സോ എന്തായിരിക്കും തീറ്റ? തീറ്റ വിൽ ബി പൈ മൈനസ് സംതിങ്. ഓക്കെ, പൈ മൈനസ് എടുക്കേണ്ടി വരും നമുക്ക്. അപ്പൊ തീറ്റ വിൽ ബി ഈക്വൽ ടു പൈ മൈനസ്, കാരണം തീറ്റ ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. തീറ്റ ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ അത് നെഗറ്റീവ് ആകും. നെഗറ്റീവ് അല്ലെങ്കിൽ പൈ മൈനസ് എന്നുള്ള രീതിയിലാണ്. therefore തീറ്റ വിൽ ബി ഈക്വൽ ടു പൈ മൈനസ് എന്താണ് ഇവിടെ 1/2 √3/2. സൈൻ തീറ്റ √3/2 ആകുന്ന എപ്പോഴാണ്? 60ലാണ്. 5/3 തന്നെയാണ് ആകുന്നത് അല്ലെ? 5/3 തന്നെയാണ് ആകുന്നത്. കോസ് തീറ്റ -1/2 ആകുന്നത് ഏതോ ഒരു 5/3യുടെ ഇതിലാണ്. അപ്പൊ 1/2 വരുന്നത് 5/3ലാണ്. ഇത് √3/2 വരുന്നത് 5/3ലാണ് സൈൻ. അപ്പൊ ഇവിടെ പൈ മൈനസ് 5/3 എന്ന് എഴുതും. കാരണം എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് പൈയിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇതാണ് തീറ്റ. നമുക്ക് തീറ്റ ഇതാണ് കിട്ടുന്നത്. അതുകൊണ്ട് സോറി, നമുക്ക് ശരിക്കും തീറ്റ വേണ്ടത് അപ്പുറത്തേതാണ്. നമുക്ക് വേണ്ട തീറ്റ അപ്പുറത്തേതാണ്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചത് ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അക്യൂട്ട് ആംഗിൾ വെച്ച് മനസ്സിൽ വെച്ചിട്ട് 5/3 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും 5/3. എനിക്ക് ഇതെന്തായിരിക്കും വേണ്ട? തീറ്റ. ഈ തീറ്റ എന്തായിരിക്കും? പൈ മൈനസ് 5/3. പൈയിൽ നിന്ന് 5/3 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. പൈ മൈനസ് 5/3. പൈ മൈനസ് 5/3 എത്രയാണ്? 2π/3. അപ്പൊ തീറ്റ നമുക്ക് കിട്ടി. തീറ്റ നമുക്ക് കിട്ടി. r നമുക്ക് കിട്ടി. തീറ്റയും r മാത്രം മതി നമുക്ക് പോളാർ ഫോം കണ്ടുപിടിക്കാൻ. പോളാർ ഫോം എന്ത് ചെയ്യും? പോളാർ ഫോം എന്താണ്? r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നെഴുതുക. ഓക്കെ, r കോമൺ എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ r കോസ് തീറ്റ പ്ലസ് IR സൈൻ തീറ്റ അങ്ങനെ എഴുതേണ്ടി വരും. r എന്താണ്? r നമ്മൾ 8 ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ 8 അവിടെ എഴുതുക. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ എത്രയാണോ അത് അവിടെ എഴുതി വെക്കുക. 2π/3 പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് 2π/3. അത്രേ ഉള്ളൂ. ഈ രൂപത്തിൽ എഴുതുന്നതിനെയാണ് പോളാർ ഫോം എന്ന് പറയുന്നത്. r തീറ്റ ഫോം. ഓക്കെ, r തീറ്റ ഫോം ഓർ പോളാർ ഫോം. ഓക്കെ, r തീറ്റ ഫോം അല്ലെങ്കിൽ പറയും പോളാർ ഫോം എന്ന് പറയും. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആകുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. മോഡുലസും ആർഗ്യുമെന്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോഡുലസ് കണ്ടുപിടിക്കണം, ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് r ആൻഡ് തീറ്റ. r ആണ് മോഡുലസ്. ഓക്കെ, പിന്നെ ഇത് ആർഗ്യുമെന്റ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കി നിങ്ങൾ അത് തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എപ്പോഴെങ്കിലും ശരിയാക്കി തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് z is equal to 1 minus I into √3. 1 minus I into √3. Find modulus and argument. Find modulus കണ്ടുപിടിക്കണം. r മോഡുലസ് എന്ന് പറഞ്ഞാൽ r ആണ്. പിന്നെ വേറെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആർഗ്യുമെന്റ് ഓഫ് z കണ്ടുപിടിക്കണം. ഈ ആർഗ്യുമെന്റ് ഓഫ് z നെ നമ്മൾ വിളിക്കുന്നത് തീറ്റ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ആറും തീറ്റയും കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതെന്താണ്? a. ഇതിനകത്ത് നമുക്കറിയാം a ഈക്വൽ ടു -1. b എന്താണ്? b ഈക്വൽ ടു -√3. i മാറ്റി പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് -√3 ആണ്. അപ്പൊ ഇനി a എന്ന് പറഞ്ഞാൽ r cos തീറ്റ ആണ്. ഇനി r കണ്ടുപിടിക്കാമല്ലോ. r എങ്ങനെ കണ്ടുപിടിക്കുന്നത്? a² + b² സ്ക്വയർ റൂട്ട്. a² + b² സ്ക്വയർ റൂട്ട് അല്ലേ? അതെങ്ങനെ? a² -1 സ്ക്വയർ പ്ലസ് b² എങ്ങനെ? -√3 സ്ക്വയർ. എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ എനിക്ക് കിട്ടുന്നത് 1 + 3. ഓക്കെ, ആൻസർ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ എനിക്ക് എന്താ കിട്ടിയേ? r കിട്ടി, മോഡുലസ് കിട്ടി. r is equal to എന്താണ്? മോഡുലസ് ഓഫ് z and that is equal to 2 ആണ് കിട്ടിയത്. ഇനി തീറ്റ കണ്ടുപിടിക്കും. തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നമുക്ക് ഫോർമുല ഉണ്ട്. r cos തീറ്റ. r cos തീറ്റ എന്ന് പറയുന്നത് a ആണ്. അപ്പൊ എനിക്ക് ഇത് വെച്ച് എങ്ങനെ പറയാൻ പറ്റും? cos തീറ്റ will be equal to a/r. അതുപോലെ സൈൻ തീറ്റ എന്താണ്? r സൈൻ തീറ്റ എന്താണ്? b ആണ്. അപ്പൊ എനിക്ക് സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ തീറ്റ എന്താണ്? b/r. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. അപ്പൊ കോസ് ഓഫ് തീറ്റ, കോസ് തീറ്റ a എന്തായിരുന്നു?
എ ഈസ് -1, -1/2. ഓക്കെ, ഇവിടെയോ സൈൻ തീറ്റ എന്താണ് -2. R2 ആണല്ലോ. ബി എന്ത് ബി 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 എന്ന് പറഞ്ഞാൽ -√3/2. രണ്ടും നെഗറ്റീവാണ്. കോസ് തീറ്റയും സൈൻ തീറ്റയും രണ്ടും നെഗറ്റീവാണ്. പോയിന്റ് എവിടെ ആയിരിക്കും കിടക്കുന്നത്? രണ്ടും നെഗറ്റീവ് വരുന്നത് ഇവിടാണ് അല്ലേ? ഈ ക്വാഡ്രന്റിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ പൈ പ്ലസ് ആവും. ഓക്കെ, ദിസ് ഇസ് പൈ. ഇവിടുന്ന് ഇവിടെ വരെ പൈ ആണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ പോകണം, ആഡ് ചെയ്യുക. മുമ്പത്തെ കേസിനകത്ത് അങ്ങനെ പൈ ഇത് പുറമോട്ട് തിരിച്ചു വരണമായിരുന്നു. ഇതങ്ങനല്ല, പൈ വരെ വന്നിട്ട് പിന്നെ കുറച്ചും കൂടെ പോകണം. അപ്പൊ അതാണ് പൈ പ്ലസ് സംതിങ് ആയിരിക്കും. ഓക്കെ, ഇത് ഏതാണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. ഓക്കെ, Z ബിലോങ്സ് ടു ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി സൈൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. പൈ പ്ലസ് സംതിങ് ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെ 1/2 √3 സൈൻ ഇല്ല എന്ന് വിചാരിക്കുക. സൈൻ ഇല്ലാതെ നമുക്ക് മൈനസ് സൈൻ ഇല്ല എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ക്വാർട്ടറിലാന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ട് 1/2 √3/2 വെച്ചിട്ട് എന്താണ് കണ്ടത്? സൈൻ തീറ്റ √3/2 ആകുന്ന എപ്പോഴാണ്? സൈൻ 60ലാണ് എന്ന് പറഞ്ഞാൽ സൈൻ π/3 ആകുന്നത്. അതുപോലെ കോസ് തീറ്റ 1/2 ആകുന്ന എപ്പോഴാണ്? കോസ് എപ്പോഴാണ് 1/2 വരുന്നത്? അതും 60ലാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് എപ്പോഴാണെന്നാണ് നോക്കുന്നത്. കോസ് തീറ്റ 1/2 ആകുന്നത് എപ്പോഴാണ്? കോസ് 60 അല്ലെങ്കിൽ കോസ് π/3. നമുക്കറിയാം കോസ് π/3 ആണ് 1/2 ആകുന്നത്. ആൻഡ് സൈൻ π/3 എന്താണ്? സൈൻ π/3 √3/2 ആണ്. ഇനി നമുക്ക് ക്വാഡ്രന്റ് കൂടെ നോക്കണം. തേർഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ നമ്മൾ എന്താ പൈ മൈനസ് എടുക്കും, അല്ല പൈ പ്ലസ് എടുക്കും. Therefore argument of z is equal to എന്താണ്? പൈ പ്ലസ് ഇതിന്റെ π/3 ആണ്. ഓക്കെ, പൈ പ്ലസ് π/3 ആണ്. പൈ പ്ലസ് π/3. ചില കേസിൽ പൈ മൈനസ്. നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്തെഴുതും? എന്താണോ അത് തന്നെ അങ്ങ് എഴുതും. ഓക്കെ, തീറ്റ അല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണോ ആ വാല്യൂ അങ്ങനെ അങ്ങ് എഴുതും. പൈ എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണെന്ന് വിചാരിക്കുക. ഇപ്പുറത്താണെങ്കിൽ എന്ത് ചെയ്യും? പൈ മൈനസ് പൈ എന്ന് എടുക്കും. അതായിരിക്കും നമുക്ക് തീറ്റ. ഓക്കെ, തീറ്റ വിൽ ബി ഈക്വൽ ടു 5. ഇപ്പുറത്താണെങ്കിൽ എന്ത് ചെയ്യും? പൈ പ്ലസ് തീറ്റ എടുക്കും. ഓക്കെ, ഇപ്പുറത്താണെങ്കിലോ മൈനസ് തീറ്റ -5 എടുക്കും. ഓക്കെ, ഈ ഫൈ എന്താണ്? ഫൈ നമ്മളിപ്പോൾ ഈ മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് ആംഗിൾ ആണെന്നുള്ള ആ ആംഗിളാണ് നമുക്ക് ഫൈ എടുക്കും. ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ അത് തന്നെ, സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിൽ പൈ മൈനസ് ചെയ്യണം, തേർഡ് ക്വാർട്ടറിലാണെങ്കിൽ പൈ പ്ലസ് അത് തന്നെ എടുക്കണം. പിന്നെ ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിൽ ജസ്റ്റ് സൈൻ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ആർഗ്യുമെന്റ് ഓഫ് z. ഓക്കെ, ഓക്കെ, അപ്പോൾ പൈ പ്ലസ് π/3 എന്താണ്? 3π പ്ലസ് π/3. ആൻസർ എന്താണ്? 4π/3. ഓക്കെ, നമ്മൾ രണ്ടും കണ്ടുപിടിച്ചു, മോഡുലസും കണ്ടുപിടിച്ചു. മോഡുലസ് എവിടെ കണ്ടുപിടിച്ച്? ഇതാണ് മോഡുലസ്. അത് കഴിഞ്ഞ് നമ്മൾ ആർഗ്യുമെന്റ് കണ്ടുപിടിച്ചു. ആർഗ്യുമെന്റ് 4π/3. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് 5.2 കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എക്സസൈസ് 5.2. ഇപ്പൊ ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോളാർ ഫോം എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇത് രണ്ടും ഉണ്ട്. പോളാർ ഫോം എങ്ങനെ എഴുതുന്നത്? r cos തീറ്റ പ്ലസ് i sin തീറ്റ. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇതാണ് നമ്മൾക്ക് അതിന്റെ പോളാർ ഫോം. അത് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 3, 4, 5 ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ആറിന്റെ വാല്യൂ എഴുതുക, 2 എന്നുള്ളത് ഇവിടെ എഴുതുക. ഇനി തീറ്റയുടെ വാല്യൂ ഇത് 4π/3 എന്ന് കൂടെ എഴുതി കൊടുക്കുക. ഇപ്പൊ കോസ് 4π/3 പ്ലസ് i ഇൻറ്റു സൈൻ 4π/3. ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സോ ഐ എം സ്റ്റോപ്പിംഗ് ദ ക്ലാസ് നൗ. ഇത് നിങ്ങൾ ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ചെയ്യുക. ഐ വിൽ ചെക്ക് ആൻഡ് ഐ വിൽ സെൻഡ് ദ റിപ്ലൈ വാട്ട് എവർ. ഓക്കെ.